അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ഭാഗം ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കേട്ടോ, ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ. അപ്പോൾ ഇതിൽ ഈ മാതിരിയാണ് വേണ്ടത് അതോ ഈ ടൈപ്പാണ് വേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കായിരുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ചെയ്യാൻ പറ്റും, അതാകുമ്പോൾ സൈഡിൽ നിന്ന് ഉള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നന്നായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇതിലുമായിട്ടാണ് സ്പോട്ട് ചെയ്യേണ്ടോ. ഇവിടെ എത്തിയിട്ട് ജസ്റ്റ് കെട്ടി വെച്ചുള്ളതാണ്, നമുക്ക് മെഷർമെൻറ്റ് എടുക്കാനും അളവെടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കെട്ടി വെച്ചുള്ളതാണ്. അപ്പോൾ ഈ ഒരു പീസ് ഉണ്ടോ, ഇതിൻ്റെ ആകുമ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു എയിം ഇട്ടില്ല. അപ്പോൾ ഇത് മാറ്റിയിട്ട് ആ ഒരു ഭാഗം നമുക്ക് ഈ സൈഡും കൂടെ ചെയ്യണം, അതാ പ്ലാന്. പിന്നെ സീറ്റിൻ്റെ സെൻറ്ററിൽ നമ്മൾ പഴയ സ്പ്രിങ് തന്നെ ഇതിൽ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ പഴയ സ്പ്രിങ്ങിൻ്റെ എത്രത്തോളം ബാക്കി വരുന്നുണ്ട്, അപ്പോൾ അത് കട്ട് ചെയ്യണം. പഴയ സ്പ്രിങ് പറഞ്ഞാൽ ഇതിൻ്റെ വലിപ്പമുള്ള സീറ്റാണ് കൺവേർട്ട് ചെയ്തിട്ട് ഷോർട്ടാക്കിയിട്ടുള്ളതാണ്. ഈ ഭാഗം കട്ട് ചെയ്തിട്ട് മുമ്പത്തെ വീഡിയോ കണ്ടവർക്കറിയാം. അപ്പോൾ ബാക്കി ഇപ്പോഴത്തെ ഫിറ്റിങ് ഫിനിഷ് ചെയ്തിട്ടുള്ള പറഞ്ഞാൽ ഇതാട്ടോ. ഇതിൽ ഈ ഭാഗം കൂടെ നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഈ ഒരു ഭാഗം. ഈ ഒരു ഭാഗത്ത് ഒരു ബാർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഒരു ഗില്ലിൻ്റെ ഒരു ലുക്കിന് വേണ്ടിയിട്ട്. പിന്നെ അടിഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഒരു പീസ് കൊടുക്കേണ്ടതുണ്ട്, അതുപോലെ ഇവിടെ ഒരു പീസ്, പിന്നെ ഇവിടെ ക്രോസിലോ അല്ലെങ്കിൽ അടിയിലൊക്കെ ആയിട്ട് കുറേ പീസ് കൊടുക്കണം. പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഈ ഒരു പീസ് സെറ്റ് ചെയ്തു, അതുപോലെ അടിയിൽ ഇവിടെ ഒരു ക്രോസ് ഉണ്ടോ ആ പീസ് നമുക്ക് ഈ ഒരു സീറ്റ് ഇങ്ങനെ ചെരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഉണ്ടോ ഇവിടെ ഒരു പീസ്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കുകൾ നമ്മളിപ്പോൾ നോക്കണില്ല. പിന്നെ ഇതിന് മുകളിൽ റൂഫ് ഇല്ലാതെ സെറ്റ് ചെയ്യാവും ബെറ്റർ എന്നൊരു തോന്നില്ല. അപ്പോൾ
റൂഫ് നമ്മൾ ഇപ്പോഴും സെറ്റ് ചെയ്യുന്നില്ല. റൂഫിന് വേണ്ടിയിട്ട് നമ്മൾ ബെൻഡടിച്ച പീസൊക്കെ നമ്മൾ വേറെയുള്ള ഭാഗങ്ങളിൽ കയറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾക്ക് ഒരു മാറ്റം വരുത്തിയിട്ട് ചെയ്ത് നോക്കാം. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് റൂഫ് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ റൂഫ് വേണമെന്നോ വേണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് റൂഫിൻ്റെ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ നമുക്ക് അടുത്തൊരു പാർട്ടിൽ കാണാം. അപ്പോൾ വീഡിയോ അത്യാവശ്യം ലെങ്തായി. അപ്പോൾ ഷോക്കിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതുപോലെ ഫ്രണ്ടിലേക്കുള്ള ഷോക്കും കാര്യങ്ങളും കാണണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ. അതുപോലെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക.